നമ്മളിപ്പോ GDP കുറിച്ചൊക്കെ കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്തു അല്ലെ. GDP എന്താണ്, GDP എന്തിനാണ്, എന്താണ് ഗ്രോത്ത്, GDP കൂടുമ്പോൾ ഗ്രോത്ത് ഉണ്ടോ, റിയൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടോ, നോമിനലാണോ, ഇൻഫ്ലേഷൻ കൊണ്ടാണോ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഗ്രോത്ത് നമ്മൾ GDP കൂടി, ഇതും വികസനം, യഥാർത്ഥ വികസനം ഓക്കെ. GDP കൂടിയുണ്ട് വികസനമാകുന്നുണ്ടോ, ഇതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോ ഇലക്ഷൻ സമയത്തൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുകയാണ്, ഞങ്ങൾ ഇത്ര വികസനം കൊണ്ടുവന്നു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ആ വികസനം GDP വികസനമാണോ ഉദ്ദേശിക്കുന്നത്, അതോ മറ്റ് വികസനങ്ങളാണോ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയതല്ല, നമ്മൾ നിത്യേന കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അത് എക്കണോമിക് സെൻസിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, അതായത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഗെറ്റിംഗ് ബിഗർ ആവുന്നത് എന്താ, ക്വാണ്ടിറ്റി കയറുന്നുണ്ട്. ക്വാണ്ടിറ്റി കയറണമെങ്കിൽ എന്താ, വളർച്ച ഉണ്ടാകണം അല്ലെ. അതായത് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാവുന്നുണ്ട് മുന്നത്തെ കാലം. അത് നോമിനൽ ആണോ റിയൽ ആണോ എന്നുള്ളത് നമ്മൾ എന്ത് വെച്ച് അളക്കുന്നത്, GDP ഡിഫ്ലേറ്റർ വെച്ച് നമ്മൾ അളക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, GDP വെച്ചിട്ട് നോക്കി. അപ്പൊ ഗ്രോത്ത് റേറ്റ് അറിയാവുന്നതാണ്. ഇപ്പോ എത്ര മാറി, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എത്ര മാറി, ഇൻറ്റു 100 ചെയ്യുമ്പോൾ GDP ഗ്രോത്ത് റേറ്റ്, എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഒക്കെ അറിയാം. കഴിഞ്ഞ വർഷം 6% ആയിരുന്നു, ഇത്തവണ 8% ആയെങ്കിൽ 2/6 ഇൻറ്റു 100 1/3 ഇൻറ്റു 100 എന്ന് പറഞ്ഞൊരു സംഖ്യ നമുക്ക് ഇത്ര ശതമാനം കിട്ടും. ഇത്ര ശതമാനം വളർച്ചയുണ്ടെന്ന് GDP വളർന്നത് കിട്ടും. ഓക്കെ, ഇതാണ് എക്കണോമിക് ഗ്രോത്ത്. GDP കൂടി അല്ലെ. എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ്, വികസനം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള വളർച്ച, GDP മാത്രം വളരുന്ന കാര്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതായത് എക്കണോമി വളരുന്നുണ്ട്, ഒപ്പം ജനജീവിതം മാറുന്നുണ്ട്. എങ്ങോട്ട് മാറുന്നുണ്ട്, പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്, നന്നായിട്ട് മാറുന്നുണ്ട്. അതാണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ഗ്രോത്ത്, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വാണ്ടിറ്റി വൈസ് അല്ല, ക്വാളിറ്റി വൈസ് ആണ്. ക്വാളിറ്റി വൈസ് ആണെന്ന് പറയാൻ കാര്യം എന്താണ്, ആരോഗ്യം, വിദ്യാഭ്യാസം, വരുമാനം, ദാരിദ്ര്യമുക്ത. നമ്മുടെ സർക്കാർ നമ്മുടെ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടായിരിക്കും അല്ല. അതെന്തുകൊണ്ടാണ്, എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ജീവിതം ബെറ്റർ ആവുന്നു, വികസനം സംഭവിക്കുന്നു. ഇതാണ് എക്കണോമിക് ഗ്രോത്ത് വേഴ്സസ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? കണ്ടില്ലേ, അവിടെ GDP കയറുന്നുണ്ട്, ഇവിടെ ലിവിങ് സ്റ്റാൻഡേർഡ് കയറുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്, ബിഗർ ആവുന്നു. ഓക്കെ അല്ലേ, ബെറ്റർ. GDP GNP ഒക്കെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. HDI, ലിറ്ററസി, അങ്ങനെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മാറ്റം വരും. HDI എന്താ നമുക്ക് വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് ലോങ് ടൈം ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ പറയാം. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരമ്മ, ആ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഒരമ്മ, ആ അമ്മയെ നമ്മൾ ആ അമ്മ അല്ലെങ്കിൽ ആ വ്യക്തി ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഒരു ജോലിയിൽ എത്തിക്കുന്നു, കല്യാണത്തിന് ശേഷം ഒരു കുട്ടിയാവുമ്പോൾ ആ അമ്മ എന്ത് ചെയ്യും, ആ കുട്ടിയെ പഠിപ്പിക്കാൻ നോക്കുന്നു, അയാളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാൻ നോക്കുന്നു. അപ്പൊ ഇത് ലോങ് ടൈം എന്ന് പറയാൻ കാര്യം, ഇത് ജനറേഷൻ വഴി കടന്നു പോകും. അതുകൊണ്ടാണ് ലോങ് ടൈം എന്ന് പറയുന്നത്. ജനറേഷൻ കടന്നു പോകും. ഇത് വികസിത രാജ്യങ്ങളിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് മാറുന്നത്. ഡെവലപ്ഡ് കൺട്രീസ് എന്താണ്, അവർ ഓൾറെഡി ഈ ക്വാളിറ്റി വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അച്ചീവബിൾ ആയിരിക്കും കുറച്ചൊക്കെ, നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ, ഡെവലപ്പിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ അവരുടെ GDP വെച്ചിട്ട് അവർ കമ്പയർ ചെയ്യാറുള്ളൂ. അത് GDP ഒന്നെങ്കിൽ ഇപ്പൊ ഒരു സാമ്പത്തികമായി വരുമ്പോൾ താഴെ പോവാം, അതിനുശേഷം വളരാം. അതുകൊണ്ട് അത് ഷോർട്ട് ടൈം ആണ്. പക്ഷെ ഇതെന്താണ്, ലോങ് ടൈം ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ജനറേഷനെ വരെ അപ്ലിഫ്റ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അതാണ് ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് എന്താണ്, ക്വാണ്ടിറ്റിയാണ്. ഡെവലപ്മെന്റ് എന്താണ്, ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ആരുടെയാണ്, ഹ്യൂമൻ ബീങ്സിന്റെ, ജനങ്ങളുടെ ക്വാളിറ്റിയാണ്. ഓക്കെ, ഇനി ഇൻക്ലൂസീവ് ഗ്രോത്ത്.
എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്? അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തുക, എല്ലാവരും ഉൾപ്പെട്ട ഒരു വളർച്ച. അടിസ്ഥാന ഓർമ്മ അത്രേ ഉള്ളൂ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ബെനഫിറ്റ് എവ്രി വൺ, നോട്ട് ജസ്റ്റ് ദ റിച്ച്, എവ്രി വൺ. അതായത് ഓരോ മനുഷ്യരും. നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഡെമോക്രസി ഒക്കെ വരണമെങ്കിൽ ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത് വേണം. ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഇപ്പൊ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇൻക്ലൂഷൻ. അതായത് ജൻധൻ യോജന, ബാങ്ക് അക്കൗണ്ടിൽ എടുപ്പിക്കുന്നു, സേവിങ്സ് കൊണ്ടുവരുന്നു, പെൻഷൻ കൊണ്ടുവരുന്നു. അതായത് നമ്മളെ ഡിജിറ്റലി അതിലേക്ക് മാറ്റി ഡിജിറ്റൽ ഇൻക്ലൂഷൻ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അങ്ങനെ ഇൻക്ലൂസീവ് ആക്കുക. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് തുടങ്ങുന്നത് ഇൻക്ലൂഷൻ ആണ്. ഓക്കെ, എല്ലാവരെയും ഉൾപ്പെടുത്തുക, അതേ ഉള്ളൂ. ഇനി നമ്മള് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഒരു ഇൻഡെക്സ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഞാനോട് പറഞ്ഞില്ലായിരുന്നോ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന കാര്യം എന്താണ്? വെരി 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 ഇമ്പോർട്ടന്റ് ഒരു ഡേറ്റയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ഫാക്ട് തന്നെയാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ബൈ UNDP. ഈ UNDP എന്ന് പറയുന്ന ബോഡി വെരി വെരി നമ്മുടെ സിലബസിലുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളതല്ലേ. അപ്പൊ UNDP എവിടെയാണെന്ന് അറിയാവോ? UNDPയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. ഇത് 1965 വന്നൊരു ബോഡിയാണ് കേട്ടോ. ഈ ബോഡി 1990 മുതൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നറിയോ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ വാല്യൂ 0 to 1 വേരി ചെയ്യുന്നു. ഇത് അതായത് വാല്യൂ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ ഡെവലപ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 0 ആണ് വാല്യൂ എന്ന് പറഞ്ഞാൽ നോ ഡെവലപ്മെന്റ്. അതേസമയം 1 എന്താണ്? ഫുള്ളി ഡെവലപ്ഡ് ആണ്. ഗ്രോത്ത് അല്ല, ഡെവലപ്ഡ് ആണ്. ഈ ഡെവലപ്മെന്റ് എന്താണ്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലിറ്ററസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ? അപ്പൊ 0 ആണെങ്കിൽ എന്താണ്? ഡെവലപ്മെന്റ് ഇല്ല. 1 ആണ് എന്താണ്? ഫുള്ളി ഡെവലപ്ഡ്. എന്ത് ഡെവലപ്മെന്റ്? ഹ്യൂമൻ ഡെവലപ്മെന്റ്. ആരാണ്? UNDP ആണ്. 1990 മുതലാണ്. UNDP എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പാരാമീറ്റേഴ്സ് ഇതാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കണ്ടോ, അതായത് ഹെൽത്തി ആൻഡ് ലോങ് ലൈഫ് ഉണ്ടോ നോക്കാം. 3 അടിസ്ഥാന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. നോളജ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, 3 കാര്യങ്ങൾ. ഈ ഹെൽത്തി ലൈഫ് ആണെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആവറേജ് ആ ഒരു കുട്ടി എത്ര വയസ്സ് വരെ ജീവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കണക്ക്. അത് ഇപ്പൊ ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ ഏതാണ്ട് 70ഓളം വരും. ഒരു 70 വയസ്സ് വരെ ജീവിക്കാം എന്നാണ് ഇന്നത്തെ കാലയളവിൽ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ഓഫ് ഇന്ത്യൻസ് പറയുന്ന ആവറേജ്. അത് റീജൻ വൈസ് ഡിഫറൻസ് ഉണ്ട്. കേരളത്തിൽ 75, 76ഒക്കെയാണ്. ഡൽഹിയിൽ ഏതാണ്ട് അതൊക്കെയാണ്. ഛത്തീസ്ഗഡിലൊക്കെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. എന്നാലും ഇന്ത്യ മൊത്തത്തിൽ പറയുമ്പോൾ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എന്ന് പറയുന്നത് 70 ആണ്. ഓക്കെ, അപ്പൊ അത് നല്ല എക്സ്പെക്ടൻസി ആണ്. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി നോളജ് എന്താണ്? 2 കാര്യങ്ങളാണ്. എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിങ്. ഈ പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ട് കേട്ടോ. കാരണം ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിച്ചു കളയും. ഫാക്ട് ആണ്. ഓക്കെ, എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിങ് അതും ഇത് തന്നെ. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി എത്ര വർഷം സ്കൂളിൽ പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കണക്കാണ്. അതേസമയം മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? 25+ വയസ്സുള്ള ആൾക്കാരെ എടുത്തിട്ട്, അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തിട്ട് അവര് എത്ര വർഷത്തെ വിദ്യാഭ്യാസം നേടി എന്നൊരു കണക്കാണ് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നോളജിനെ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അത് ഓൾറെഡി പറഞ്ഞു. പെർ ക്യാപിറ്റ വെച്ചിട്ടാ. പെർ ക്യാപിറ്റ എന്താന്ന് ഞാൻ പറഞ്ഞു അല്ലെ? പെർ ക്യാപിറ്റ എന്താ ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അതായത് ടോട്ടൽ പോപ്പുലേഷൻ, ടോട്ടൽ വരുമാനം നേരെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഒരു
പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 10 പേരുണ്ട്, 10 ലക്ഷം രൂപ വരുമാനമുണ്ട്, ഒരാൾക്ക് 5 ലക്ഷം, ഒരാൾക്ക് 3 ലക്ഷം, ഒരാൾക്ക് 2 ലക്ഷം, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷെ മൊത്തം പെർ ക്യാപിറ്റ എടുക്കുമ്പോൾ എന്താണ് 10 പേര് 10 ലക്ഷം, ഒരാൾക്ക് വരുമാനം എത്രയാണ് 1 ലക്ഷം. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. സ്റ്റിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നതാണ്. ഈ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണെന്ന് പറയുന്നത് മൊത്തത്തിൽ ബെറ്റർ ആണെന്നല്ല, സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഇത് കൂടുന്തോറും ബെറ്റർ ആവുന്നുണ്ടെന്നാണ് അർത്ഥം. അതാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എപ്പോഴും പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ടാണ് അളക്കുന്നത്. നോളജ് എന്താണ്? എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിങ്, മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്. ഹെൽത്തി ആൻഡ് ലോങ് ലൈഫ് എന്താണ്? ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ആണ്. ഇനി ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു സ്കോർ കൊടുക്കും. ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും ആണല്ലോ, സ്കോറും റാങ്കിങ്ങും ആണല്ലോ. അപ്പൊ മനുഷ്യന്റെ വികാസം കുറഞ്ഞത്, കുറച്ചുകൂടെ കൂടിയത്, ഹൈ, വെരി ഹൈ, ഇങ്ങനെയുണ്ട്. ഈ സ്കോർ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല്, കണ്ടോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ലീഡർ ബോർഡ് കണ്ടോ? ലീഡർ ബോർഡ് പറഞ്ഞാൽ ആരൊക്കെയാണ് ടോപ്പ് കണ്ടോ? അതായത് സ്കാൻഡിനേവിയൻ കൺട്രീസ് അറിയോ? ഐസ്ലൻഡ്, നോർവേ, അവരാണ് എപ്പോഴും ടോപ്പ്. അവരുടെ സ്കോർ കണ്ടോ? 0.97. ഞാൻ പറഞ്ഞില്ലേ 0 to 1 ആണ്. 0 ആണെങ്കിൽ എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇല്ല. 1 ആണെങ്കിൽ എന്താണ്? ഉണ്ട്. അപ്പം 1 അച്ചീവ് ചെയ്ത ഒരു രാഷ്ട്രവും ഇല്ല. സ്റ്റിൽ ക്ലോസ് ടു 1 ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട് അല്ലെ? കണ്ടോ? ഐസ്ലൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, ജർമ്മനി, സ്വീഡൻ, ഓസ്ട്രേലിയ, ഇങ്ങനെ അങ്ങനെ പോകുന്നു. ഓക്കെ. ഇനി ഇന്ത്യയുടെ സ്ഥാനം കണ്ടോ? 130. സ്കോർ കണ്ടോ? 0.685. ഇത് കണ്ടിട്ട് ഒരു മോശമായ കാര്യമാണെന്ന് വിചാരിക്കേണ്ട. നമ്മളിത് ഭയങ്കര മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അത് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ഇങ്ങനെ സ്കോർ കണ്ടപ്പോൾ നമുക്ക് ഇന്ത്യ ഏത് കാറ്റഗറി പെടുന്നതാണെന്നൊന്ന് നോക്കാം. അതായത് നമ്മുടെ സ്കോർ എന്താണ്? 0.685 ആണ് അല്ലെ? അപ്പൊ നമ്മൾ എവിടെയായിരിക്കും? ഇതുണ്ടോ? മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നത്. നമ്മളെ സംബന്ധിച്ച് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, നോളജ് ലെവലിലൊക്കെ നമ്മുടെ വാല്യൂ ഭയങ്കര കൂടുതലാണ്. നമ്മുടെ വാല്യൂ അല്ലെങ്കിൽ ഇൻഡെക്സ് കുറയുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലാണ് നമുക്ക് വാല്യൂ അല്ലെങ്കിൽ ഇൻഡെക്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മോശമാണെന്നല്ല, ഈ 2 കാര്യങ്ങൾ നമ്മുടെ നല്ലതാണ്. ഇവിടെ കുറവുണ്ട്. ഇനി ഭാവിയിൽ അതിന് മാറ്റം വന്നേക്കാം. ഓക്കെ. ഇന്ത്യയുടെ 130ാമത്തെ റാങ്ക് സ്കോറും കണ്ടു. ഇനി ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2022 റാങ്ക് 133 ആയിരുന്നെങ്കിൽ 2023 130 ആയിട്ടുണ്ട്. ആ റാങ്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എടുത്ത് ചോദിക്കാൻ ഫാക്ട് ആണ്. പഠിച്ചേ പറ്റൂ, വേറെ ഒരു മാർഗവും ഇല്ല. ഓക്കെ. അതായത് ഇന്ത്യയുടെ വാല്യൂ കൂടി നമ്മൾ കണ്ടു. മീഡിയം കാറ്റഗറിയിലാണെന്ന് കണ്ടു. ഉണ്ടോ? മീഡിയം കാറ്റഗറി ക്ലോസ് ടു ഹൈ ഡെവലപ്മെന്റ് ആണ്. 0.7, അതായത് 0.685 അല്ലേ? അത് 0.7 അല്ലേ? അപ്പൊ നമുക്ക് വിദൂര ഒരു അടുത്ത, അതായത് നമ്മൾ 2047 ഡെവലപ്ഡ് എക്കണോമി ആവണമെങ്കിൽ, അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് ഇതിനെ കൂടെ ഉൾപ്പെടുത്തിയാണ്. ഓക്കെ. അപ്പൊ അത് നമ്മളെല്ലാവരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എത്തട്ടെ. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ അയൽവക്കക്കാരൊക്കെ എങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്നറിയാം. കാരണം ഇതും ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഇന്ത്യയൊക്കെ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചൈന, ശ്രീലങ്ക, ഭൂട്ടാൻ, ഇവരുടെ റാങ്ക് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത് ഓർത്തിരിക്കണം. കാരണം ഇന്ത്യയൊക്കെ ബെറ്റർ, ഇത് കമ്പാരിസൺ ആയിട്ടല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ടാ ചോദിക്കാം. ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന നിലവിലത്തെ റാങ്കിങ് പ്രകാരം ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ബംഗ്ലാദേശ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബംഗ്ലാദേശിന്റെ റാങ്ക് ഉണ്ടോ? 130. 130 ആണ്. 130. ചൈന കണ്ടോ? 78. ശ്രീലങ്ക എത്ര? 89. ഭൂട്ടാൻ 120. ഈ ഭൂട്ടാന്റെ കേസ് നമ്മൾ അടുത്തത് പറയുന്നുണ്ട്. ഭൂട്ടാന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ഇനി ഇന്ത്യയെ താഴെയുള്ള ആൾക്കാർ ഓർത്തിരിക്കുക. 145 നേപ്പാള്, മ്യാൻമാർ, പാകിസ്ഥാൻ. ചിലപ്പോൾ നമ്മുടെ ലോജിക്ക് ഒക്കെ അനുസരിച്ച് നമ്മൾ ചിന്തിക്കുക ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒപ്പമാണോ? അങ്ങനെയൊക്കെ നമ്മൾ പരീക്ഷാ ഹോളിൽ ചിന്തിക്കാം. ഒപ്പമാണ്, റാങ്ക് പ്രകാരം ഒപ്പമാണ്. വേറൊരു കാര്യമുണ്ട് കേട്ടോ. ബംഗ്ലാദേശ് ആകെ ഇത്രേ ഉള്ളൂ, നമ്മള് ഇത്രയേ ഉണ്ട്. ഓക്കെ. അപ്പം ഒരു രാജ്യം മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി അതൊരു കമ്പാരിറ്റീവ് ആസ്പെക്ട് അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ബംഗ്ലാദേശ് നമ്മുടെ ഒപ്പം തന്നെയാണ്. സമയം ചൈന, ശ്രീലങ്ക, ഭൂട്ടാൻ വളരെ ഉയർന്ന തരത്തിലാണ്. ഭൂട്ടാൻ 125 ആണ്.
താഴെയുള്ള നേപ്പാൾ, മ്യാൻമാർ, പാകിസ്ഥാൻ. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ഇൻഡെക്സ് ആണ് അല്ലെങ്കിൽ റിപ്പോർട്ടാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. ഇത് നമ്മുടെ ഹാപ്പിനെസ് എന്ന കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഭൂട്ടാനാണ്. അത് ഞാൻ അടുത്ത് പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത്. അത് കൊണ്ടുവന്ന ബോഡി കണ്ടോ, UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക്. ഈ ബോഡി നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് നോക്കേണ്ടതാണ്. അപ്പൊ ഈ ബോഡി 2012 വന്നതാണ് കേട്ടോ. ബാൻ കി മൂൺ UN പ്രസിഡന്റ് ആയ സമയത്ത് 2012 വന്നൊരു ബോഡിയാണ്. ഈ ബോഡിയുടെ ഒരു ഫംഗ്ഷനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഇംപ്ലിമെന്റേഷൻ ഉറപ്പാക്കുക എന്നുള്ളത്. ഈ ബോർഡ് തന്നെയാണ് ഓരോ രാജ്യവും എത്ര സന്തോഷമാണ്, അവിടുത്തെ ആൾക്കാർ എത്ര സന്തോഷത്തിലാണ് എന്ന് കണ്ടെത്തുന്നത്. ഇത് 2012 മുതലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ സന്തോഷത്തിന്റെ അളവ് 126 കേട്ടോ. 147 രാജ്യങ്ങളുള്ളതിൽ 126ാമതാണ് ഇന്ത്യ സന്തോഷത്തിൽ. ഇത് കമ്പാരിറ്റീവ്ലി ഒരു ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്. 2022 136 ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് നമ്മൾ 126 ആയി കേട്ടോ. നമുക്ക് പുരോഗമനം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ഓക്കെ, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിന്റെ ലീഡർ ബോർഡിലെ റാങ്കിങ് നോക്കുക. അവിടെയും നമ്മൾ കണ്ടുവരുന്നത് ആരൊക്കെയാണ്? സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയിട്ടുള്ള ഫിൻലൻഡ്, ഡെൻമാർക്ക് ഒക്കെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സോഷ്യൽ സപ്പോർട്ട്, ട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ റാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിൻലൻഡ്, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, ഐസ്ലൻഡ്. ഓക്കെ, ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 126. ക്ലിയർ അല്ലേ? ഇനി ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യമാണ് കൊണ്ടുവന്നതെന്ന്. കാരണം അവരുടെ ഒരു നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകൃതി, അതുപോലെ തന്നെ അവരുടെ കൾച്ചർ, ട്രഡീഷൻസ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ടുള്ള സാമ്പത്തിക വികസനവും സുരക്ഷിതത്വം ഒക്കെയാണ് അവർ ആഗ്രഹിച്ചത്. അപ്പൊ എങ്കിലും അവരെ ഹാപ്പി ആയിരിക്കുള്ളൂ. അപ്പൊ ജനങ്ങൾ അങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന ഒരു കാര്യത്തെ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്, ടോട്ടൽ ഗ്രോസ് നെറ്റ് ടൈം ഓർക്കുന്നുണ്ടല്ലോ അല്ലെ, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നുള്ളൊരു കാര്യം ഭൂട്ടാൻ കോയിൻ ചെയ്തു. അതായത് ട്രൂ ഡെവലപ്മെന്റ് ഉണ്ടോ, മെന്റലി, സോഷ്യലി, എൻവയോൺമെന്റലി, ടോട്ടൽ വെൽബീയിങ് ആണ്. സമഗ്രമായ ഒരു വെൽബീയിങ് ആണ് ഉദ്ദേശിക്കുന്നത്, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള. അപ്പോ ഈ ഭൂട്ടാന്റെ റെക്കമെൻഡേഷനിൽ തന്നെയാണ് നമ്മുടെ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ബോഡി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് ഇറക്കിയതും. അതായത് ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേ എന്നൊരു ഡേ കൊണ്ടുപോകുന്നത്. അത് March 20 കേട്ടോ. ഭൂട്ടാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ റോള് ശ്രദ്ധിച്ചോ? അത് നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഭൂട്ടാൻ എന്ന രാജ്യത്തിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാപ്പിനെസ് റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ റാങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ 2 കാര്യങ്ങൾ കണ്ടോ. നമുക്ക് ഈ മോഡലിലുള്ള കുറച്ച് പരിപാടികളൊക്കെ ഇന്ത്യയിൽ വന്നിരുന്നു. ഡൽഹി സ്കൂളുകളിൽ ഹാപ്പിനെസ് കരിക്കുലം 2018 കൊണ്ടുവന്നു. മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് തലത്തില്, ഇത് സ്കൂളിലാണ്, ഗവൺമെന്റ് തലത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് വന്നത് മധ്യപ്രദേശിലാണ്. അത് 2016. ഓക്കെ, അത് രണ്ടൊരു ഫാക്ട് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഫാക്ടുകളുണ്ട്, നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഗ്രോത്ത് എന്താണെന്ന് കണ്ടു, എങ്ങനത്തെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലെ. എന്താണ് ഗ്രോത്ത്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മൾ GDP വെച്ച് അളക്കുന്ന കാര്യമാണ്. GDP വെച്ച് അളക്കുന്നതായതുകൊണ്ട് തന്നെ അത് നമ്മള് മനുഷ്യന്റെ ജീവിതത്തിൽ അതുകൊണ്ട് എന്ത് മാറ്റം വന്നു എന്നുള്ളത് പ്രതിഫലിക്കാൻ സാധ്യതയില്ല. അതിന് നമ്മൾ എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നത്. അതായത് സാമ്പത്തിക വികസനമുണ്ട്, ഒപ്പം മാനുഷിക വികസനം ഉണ്ടെന്നുള്ളതാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതായത് ക്വാളിറ്റി മാറുന്നു. എങ്ങനെ മാറുന്നു? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലിറ്ററസി തുടങ്ങിയ കാര്യങ്ങളിൽ മാറ്റം വരുന്നു. അത് ലോങ് ടൈം ആണെന്നുള്ള കാര്യം ഞാനിവിടെ എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ജനറേഷണൽ, അതായത് ഇന്റർ ജനറേഷണൽ അപ്പോഴാണ് സംഭവിക്കുന്നത്. ഓരോ ജനറേഷനെയും, ഞാനൊരു പെൺകുട്ടി അമ്മയാവുന്ന കാര്യം, പെൺകുട്ടി അമ്മയായതിനു ശേഷം കുട്ടിയെ നോക്കുന്ന കാര്യം പറഞ്ഞു. അതാണ് ജനറേഷണലി അതെങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു. ഓക്കെ അല്ലേ? ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെ, എന്തുകൊണ്ട് ഇക്വാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരെയും കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഡിജിറ്റൽ ഇൻക്ലൂഷൻ, അങ്ങനെ മൊത്തത്തിലുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ജൻഡർ യോജന, അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞു അല്ലെ. എല്ലാവർക്കും
ബെനിഫിറ്റ് കിട്ടുന്ന. ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡീസസ് പറഞ്ഞു. എന്തൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്? ആരാണ്? UNDP എവിടെയാണെന്ന് പറഞ്ഞു. ന്യൂയോർക്ക് 65-ലാവുന്നതെന്ന് പറഞ്ഞു. 90 മുതലാണ് ഈ റിപ്പോർട്ട് വരുന്നതെന്ന് പറഞ്ഞു. അതിന്റെ വാല്യൂ 0 to 1 ആണെന്ന് പറഞ്ഞു. വാല്യൂ മാറുന്നതനുസരിച്ച് ഓരോ കാറ്റഗറി രാജ്യങ്ങൾ വരുന്നെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഭാരത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇന്ത്യയുടെ സ്ഥാനം എവിടെ, ലീഡർ ബോർഡ് ആര് ടോപ്പ്, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് പറഞ്ഞു അല്ലെ. ഇന്ത്യയുടെ സ്ഥാനം എവിടെ നിന്ന് എങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞു. ഇന്ത്യ ഈ ഒരു കാറ്റഗറിയിലാണെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയുടെ അയൽവക്കക്കാരെങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലെ. ഇന്ത്യയുടെ അയൽവക്കാരെങ്ങനെയാണ് കൃത്യമായിട്ടറിയാം. ബംഗ്ലാദേശ് ഇന്ത്യക്കൊപ്പമാണ് ഇത്തവണത്തെ ലേറ്റസ്റ്റ് റാങ്ക് 2023-ലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനുശേഷമുള്ളത് വന്നിട്ടില്ല. വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആവണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. പരീക്ഷയ്ക്ക് മുന്നേ എന്താണോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എന്താണ് 2025 വന്നാൽ ചോദിച്ചാൽ എഴുതണം. 2022 ചോദിച്ചാൽ അത്. അതുകൊണ്ടാണ് ഞാൻ റാങ്ക് കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹാപ്പിനെസിന്റെ കാര്യം പറഞ്ഞു, അത് ആരാണെന്ന് പറഞ്ഞു, ഏത് വർഷം മുതലാണെന്ന് പറഞ്ഞു. ഭൂട്ടാൻ എന്ന രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു, ഇന്ത്യയുടെ റാങ്കിന്റെ കാര്യം പറഞ്ഞു. അവിടെയും നമ്മൾ സ്കാൻഡിനേവിയൻ കൺട്രീസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു കോമൺ സെൻസ് വർക്ക് ചെയ്യാം. എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ള റാങ്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലീഡർ ബോർഡിൽ ആര് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ധാരണ കിട്ടും. എന്ന് വെച്ചാൽ എപ്പോഴും ശരിയാവണമെന്നില്ല, പക്ഷേ ശരിയാവാൻ ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനി ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഹാപ്പിനെസ് ഡേ, ഭൂട്ടാന്റെ കേസ് എല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഓക്കെ. അതായത് പോവർട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കേരള സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് പോവർട്ടി? നമുക്കറിയാം, ഒരാള് ദരിദ്രൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദരിദ്ര എന്നെങ്കിൽ, അല്ലെങ്കിൽ ജെൻഡർ ഇല്ലാതെ ദരിദ്രമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് അയാളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടത്താനുള്ള സാമ്പത്തികമായ ശേഷിയില്ല എന്നാണ് പറയുന്നത്. മിനിമം ലെവൽ ഓഫ് ലിവിങ് നടത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബേസിക് നെസസിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിനുള്ള സാമ്പത്തികമായ വശമില്ല. ഈ കൺസെപ്റ്റ് ഓഫ് പോവർട്ടി അല്ലെങ്കിൽ നമ്മുടെ പോവർട്ടി അളക്കുന്നത് NSO ആണ്. NSO നമ്മൾ കണ്ടതാണല്ലേ. NSO നമ്മൾ NSO എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു. NSO ആയെന്നും പറഞ്ഞു. 2019-ലാണെന്ന് പറഞ്ഞു. NSO അണ്ടർ MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണെന്ന് പറഞ്ഞു. വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഇത് ആനുവലി വരുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ആരെ പബ്ലിഷ് ചെയ്യുന്നതെന്ന് വേണം ചോദിക്കാൻ. അതുകൊണ്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്ത്. പോവർട്ടി ആൻഡ് ഷെയർഡ് പ്രോസ്പെരിറ്റി റിപ്പോർട്ട് വേൾഡ് ബാങ്ക് ആണ്. യാതൊരു കാരണവശാലും മറക്കരുത്. ക്ലിയർ അല്ലേ? ഇനി പോവർട്ടി, ദാരിദ്ര്യത്തിനും പല ടൈപ്പുകളുണ്ട് കേട്ടോ. ടൈപ്പ് ഓഫ് പോവർട്ടി. അബ്സല്യൂട്ട് പോവർട്ടി, അബ്സല്യൂട്ട് പൂർണ്ണമാണ്. പൂർണ്ണം എന്ന് വെച്ചാൽ പൂർണ്ണ ദരിദ്രം, അതിദാരിദ്ര്യം എന്ന് വെച്ചാൽ ഭക്ഷണം, തുണി, ആരോഗ്യം, വിദ്യാഭ്യാസം ഒന്നിനും ഉള്ള ശേഷി ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് അബ്സല്യൂട്ട് പോവർട്ടി കേട്ടോ. ഈ ഡെഫിനിഷനൊക്കെ ഓർത്തിരിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി അബ്സല്യൂട്ട് പോവർട്ടി എങ്ങനെ മെഷർ ചെയ്യുന്നു? ഓക്കെ, പോവർട്ടി ലൈൻ ഉണ്ട്. പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഒരു 100 രൂപ, ഒരു ഏകദേശം ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. 100 രൂപ കയ്യിലുള്ളവർ എല്ലാം, അവിടെ തൊട്ടുള്ളവർ 100 മുതലുള്ളവരെല്ലാം ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരാന്ന് വെച്ചാൽ 98-കാര്, 97, 60, 30 എല്ലാരും ദരിദ്രന്മാരായി പോകൂലേ. അപ്പോ അങ്ങനെ ഒരു പോവർട്ടി ലൈൻ ഉണ്ടെന്ന കൺസെപ്റ്റാണ്. ആ ലൈനിന് മുകളിലുള്ളവരെല്ലാം പോവർട്ടി അല്ല, താഴെയുള്ള എല്ലാവരും എന്താണ്? പൂറാണെന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പൊ വേൾഡ് ബാങ്ക് അതിനൊരു എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇത് മാറുന്ന എമൗണ്ട് ആണ് കേട്ടോ. കാലഘട്ടങ്ങളിലായിട്ട് ഈ എമൗണ്ട് മാറുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് $3 പെർ പേഴ്സൺ പെർ ഡേ, അതായത് ഒരു ദിവസം ഒരാള് $3 എങ്കിലും ചെലവാക്കുന്നുണ്ടെങ്കിൽ അയാൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്.
എന്നുള്ളൊരു കണക്ക്. ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട ചെലവ് അതാണ്. അതുപോലെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. $3 ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 260 അല്ലെങ്കിൽ 270 രൂപ അടുത്ത് വരും. അത്രയും രൂപ മതി ഒരു ദിവസം ഒരാൾക്ക് ജീവിക്കാൻ എന്നാണ് പറയുന്നത്. 3 നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ 2 നേരത്തെ ഭക്ഷണം, കിടക്കാനുള്ള സമയം, എല്ലാത്തിനും കൂടി $3 എങ്കിലും ചെലവാക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താണ്, ദരിദ്രനാണ്. അതാണ് പോവർട്ടി ലൈൻ. പോവർട്ടി ലൈൻ എവിടെയാണ്? $3. ഇത് വേൾഡ് ബാങ്കിന്റെ ആണ് കേട്ടോ, $3 എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഹെഡ് കൗണ്ട് റേഷ്യോ, തല എണ്ണുന്നത്. മലയാളത്തിൽ പറയാം തല എണ്ണുക. അതായത് മൊത്തം എത്ര ആൾക്കാരുണ്ട്, ഒരു 1000 പേരുണ്ടോ, അതിലൊരു 100 പേര് ദരിദ്രരാണെന്നുള്ള കണക്ക്. അതായത് $3 താഴെയാണെന്ന് വെച്ചു. അപ്പൊ 100 ബൈ 1000 ചെയ്യുന്നു. 100 ബൈ 1000 ചെയ്യും. അതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ. കിട്ടിയില്ലേ? 1/10. 10 പേരെടുത്താൽ ഒരാൾ ദരിദ്രനാണെന്നാണ് പറയുന്നത്. ഹെഡ് കൗണ്ട് റേഷ്യോ എപ്പോഴും നമ്മൾ ബൈ ഇട്ടല്ലേ ചെയ്യുന്നത്. അതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ. ക്ലിയർ അല്ലേ? ഈ പോവർട്ടി ഗ്യാപ്പ് റേഷ്യോ നമ്മൾ ഇവിടെ ലൈൻ പറഞ്ഞാൽ ഈ 100 വേണ്ട, 3 ആക്കാം. $3 കൺസെപ്റ്റ് തന്നെ ഇരുന്നോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു $2.5 ആളുണ്ട്, $2 ആളുണ്ട്, $1.5 ഉണ്ട്, 1 ഉണ്ട് അല്ലെ? ഇവിടുന്ന് ഇവർക്ക് എത്ര കുറവുണ്ട്? ഇയാളെ സംബന്ധിച്ചോ 1.5 കുറവുണ്ട്, 2 കുറവുണ്ട്. ഇയാളെ സംബന്ധിച്ചോ 1.5 കുറവുണ്ട്, ഇയാളെ സംബന്ധിച്ചോ 1 കുറവ്, ഇയാളെ സംബന്ധിച്ചോ 0.4. അപ്പൊ പോവർട്ടി ഗ്യാപ്പ് ഇതിലേക്ക് എത്രയുണ്ട് കണ്ടോ? ഈ ലൈനിലേക്ക് എത്രയുണ്ട്? ആ ഗ്യാപ്പിനെയാണ് പറയുന്നത് പോവർട്ടി ഗ്യാപ്പ് റേഷ്യോ. ഇതാണ് ഇയാളുടെ പോവർട്ടി ലൈൻ, ഇതാണ് ഗ്യാപ്പ്. ഇതാണ് ഇയാളുടെ പോവർട്ടി, ഇതാണ് ഗ്യാപ്പ്. കിട്ടിയല്ലോ? പോവർട്ടി ഗ്യാപ്പ് റേഷ്യോ. ഇനി സ്ക്വയേർഡ് പോവർട്ടി ഗ്യാപ്പ് എന്ന് വെച്ചാല് ഒരു പർട്ടിക്കുലർ റീജിയൻ അവിടെ എത്രത്തോളം ആൾക്കാരുണ്ട് എന്നുള്ളത് സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഒരു സ്ക്വയേർഡ് പോവർട്ടി. ഓക്കെ, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്ര എങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. നമ്മൾ എന്താണ് പോവർട്ടി എന്നാണ് പറഞ്ഞത്? അടിസ്ഥാനപരമായ കാര്യങ്ങളില്ലാത്ത ആള്. ഈ റിപ്പോർട്ട് ഓർത്തിരുന്നോണം. ടൈപ്സ് ഓഫ് പോവർട്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്സല്യൂട്ട് പോവർട്ടി. അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനപരമായി ഒന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. പോവർട്ടി ലൈൻ, ഒരു ലൈൻ ഉണ്ട്, അതിന് മുകളിലുള്ള എല്ലാവരും കുഴപ്പമില്ല, താഴെയുള്ള എല്ലാവരും പ്രശ്നക്കാർ, അല്ലെങ്കിൽ അവർ ദരിദ്രരാണ്. വേൾഡ് ബാങ്കിന് $3 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹെഡ് കൗണ്ട് റേഷ്യോ എന്തായിരുന്നു? അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത്ര പോപ്പുലേഷൻ, അതിൽ എത്ര പേര് ദരിദ്രൻ, അതിന്റെ റേഷ്യോ എടുക്കുന്നതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ. എത്ര പേർ, അതാണ് എണ്ണം, ഹെഡ് കൗണ്ട്. ഓക്കെ, ഇനി പോവർട്ടി ഗ്യാപ്പ് എന്താണ്? $3 എത്താൻ എത്ര ഗ്യാപ്പ് ഉണ്ട്, ഓരോരുത്തർക്ക് എത്ര ഗ്യാപ്പ് ഉണ്ട്, അതാണ് പോവർട്ടി ഗ്യാപ്പ് റേഷ്യോ. ഇനി സ്ക്വയേർഡ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, ഒരു റീജിയൻ, ഒരു പർട്ടിക്കുലർ സ്ഥലത്തിൽ എത്ര പോവർട്ടി ഉള്ള ആൾക്കാരുണ്ട് എന്നാണ് സ്ക്വയേർഡ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്. ഓക്കെ അല്ലെ? ഇനി നമ്മള് അബ്സല്യൂട്ട് പോവർട്ടി എന്താന്ന് കണ്ടല്ലേ? അത് മെത്തേഡ്, അതെങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താം. അതിനാണ് ഒരു കാര്യമാണ് യൂണിഫോം റെഫറൻസ് പീരീഡ് എന്ന് വെച്ചാൽ. ഇത് നമ്മൾ 1993-94 കാലഘട്ടം വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പൊ ഇന്ന് അളക്കാൻ വരികയാണ്, പോവർട്ടി ഉണ്ടോ നോക്കാൻ വരികയാണ്. അപ്പൊ അതിന് തൊട്ട് മുന്നേ ഉള്ള 30 ദിവസം ഇന്ന് അളക്കാൻ വരികയാണ്. അതിന് തൊട്ട് മുന്നേ ഉള്ള 30 ദിവസത്തെ നിങ്ങളുടെ ഉപഭോക്തൃ ഡേറ്റ, അത് നിങ്ങൾ എന്തിനൊക്കെ എവിടെയൊക്കെ ചെലവാക്കി, ഭക്ഷണത്തെ എത്ര രൂപ ചെലവാക്കി, തുണി മേടിക്കാൻ എത്ര രൂപ ചെലവാക്കി, അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കി, എപ്പോ കഴിഞ്ഞ 30 ദിവസം എത്ര രൂപ ചെലവാക്കി എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് യൂണിഫോം റെഫറൻസ് പീരീഡ്. യൂണിഫോം പറഞ്ഞാൽ 30 ദിവസത്തെ കാലഘട്ടം. ഓക്കെ, അടുത്ത മെത്തേഡാണ് മിക്സഡ് റെഫറൻസ് പീരീഡ്. ഈ മിക്സഡ് റെഫറൻസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 1999 മുതൽ 2000 കാലഘട്ടം വരെയാണ്. ഓക്കെ, അതായത് 1999-2000 കാലഘട്ടത്തില് തുടങ്ങി. അതായത് അത് 30 ദിവസത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി 1999 മുതൽ നമ്മൾ എന്ത് ചെയ്തു? പോരാ, അങ്ങനെ 30 ദിവസം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കുറച്ച് കാര്യം ഉൾപ്പെടുത്തിയാലേ പട്ടിണി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ എന്നൊരു തീരുമാനത്തിലെത്തി. അപ്പൊ ഇതെന്തൊക്കെയാണ്? 5 നോൺ ഫുഡ് ഐറ്റംസ്
അടിസ്ഥാനപരമായ ക്ലോത്ത്, തുണി, ചെരുപ്പ്, അതുപോലെ തന്നെ മറ്റ് ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സുകള്, വിദ്യാഭ്യാസം, മെഡിക്കൽ എക്സ്പെൻസുകളുണ്ടോ. ഇത് എപ്പോഴത്തേക്കാണ്? 365 ദിവസത്തേക്ക്. ഈ 5 സാധനങ്ങളുടെ കൺസംഷൻ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട്. മറ്റേത് എന്തായിരുന്നു? എല്ലാ സാധനങ്ങളും 30 ദിവസത്തെ കണക്ക് മതി. ഇതല്ല, ഇത് ഈ 5 സാധനങ്ങള് കഴിഞ്ഞ 365 ദിവസവും ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ പോലെ തന്നെ 30 ദിവസത്തെ പരിപാടിയുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റിമൈനിങ് ഐറ്റംസിന്റെ 30 ദിവസത്തെ കണക്കും. ഈ 5 സാധനങ്ങൾ എന്താണ്? 365 ദിവസം. അപ്പൊ വ്യത്യാസം എന്താണ്? 30 ദിവസം പ്ലസ് 325. 325 ദിവസം എന്ത് നോക്കും? ആ 5 നോൺ ഫുഡ് ഐറ്റംസ്. നോൺ ഫുഡ് ഐറ്റംസ് ആണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഓർത്തിരുന്നോ കേട്ടല്ലോ. ഇനി മോഡിഫൈഡ് മിക്സഡ് റെഫറൻസ് പീരീഡ്. ഇതെന്താണ്? അതായത് നമ്മൾ 5 നോൺ ഫുഡ് ഐറ്റംസ് ഓൾറെഡി പറഞ്ഞു. അതെപ്പോഴാണ്? 1990 മുതലാണെന്ന് പറഞ്ഞു. അത് 365 ദിവസത്തേക്ക് നോക്കുന്നു, പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇതാണ് അഡീഷണലി വന്നത്. 7 ദിവസം കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ഭക്ഷണത്തിന് പാകം ചെയ്യാനായിട്ടുള്ള എണ്ണ, മുട്ട, മീന്, ഇറച്ചി, അതുപോലെ സ്പൈസസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 7 ദിവസത്തിൽ എത്ര ചെലവാക്കി, അല്ലെ അതിനു വേണ്ടി എത്ര രൂപ ചെലവാക്കി എന്നുള്ള ഡേറ്റ എടുക്കാൻ തുടങ്ങി. മറ്റേത് നോർമലാണ് എന്നുവെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ 30 ദിവസം. അപ്പൊ നമ്മൾ ഇതിന് ഓർത്തിരിക്കാനുള്ള കാര്യമുണ്ട്. URP എന്ന് പറയുമ്പോൾ എന്താണ്? 30 ദിവസത്തേക്ക് എല്ലാത്തിന്റെയും. MRP എന്ന് പറയുമ്പോൾ എന്താണ്? 30 ദിവസത്തേക്ക് എല്ലാത്തിന്റെയും പ്ലസ് 365 ദിവസത്തേക്ക് നോൺ ഫുഡ്. ഓക്കെ. ഇനി MMRP എന്താണ്? 7 ദിവസത്തെ എഡിബിൾ ഓയിൽ, എഗ്, മുട്ട, ഫിഷ് കാര്യങ്ങളൊക്കെ. 30 ദിവസത്തെ എന്താണ്? നോൺ ഫുഡ് അല്ല, 30 ദിവസത്തെ എന്താണ്? എല്ലാ കാര്യങ്ങളും. 365 ദിവസത്തെ നോൺ ഫുഡ് ഐറ്റംസ്. അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രഷനാണ് സംഭവിച്ചത്. പല കാര്യങ്ങളും ഉൾപ്പെടുത്തി ഓരോ മേഖലയിലും ഓരോ കാര്യത്തിലും പോവർട്ടി എന്തേരമുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നോക്കിയത്. അപ്പൊ അതാണ് മെത്തേഡ്. അത് കാലത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അബ്സല്യൂട്ട് പോവർട്ടി ആണ് കണ്ടുകൊണ്ടിരുന്നത്. അബ്സല്യൂട്ട് പോവർട്ടി എന്നാണ് തീരെ പൂർണ്ണ ദരിദ്രം, അതാണ് അവസ്ഥ. ഇനി അടുത്താണ് സിറ്റുവേഷണൽ പോവർട്ടി. സാഹചര്യം കൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരവസ്ഥ. ഓക്കെ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ വീട്ടില് ഏക ആശ്രയമായിരുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കുടുംബം ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് പോകും. അതുപോലെ പെട്ടെന്ന് ജോലി പോയി, ഒരു ദുരന്തം സംഭവിച്ചു, അല്ലെ? നമുക്കറിയാം വയനാട്ടിലൊക്കെ ദുരന്തം സംഭവിച്ചു, നമുക്കറിയാം. ആ സമയത്ത് ഒറ്റ രാത്രി കൊണ്ട് എന്ത് സംഭവിച്ചു? ഡിസാസ്റ്റർ ആണ്. അപ്പൊ ആ ഒരു പ്രദേശമാകെ പോവർട്ടിയിലേക്ക് പോയൊരവസ്ഥയായിരുന്നു, അല്ലെ? ഇനി ജനറേഷണൽ പോവർട്ടി. ഇതാണ് ഞാൻ മുന്നേ നമ്മുടെ ഡെവലപ്മെന്റ് ലോങ് ടൈം ആണെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. ജനറേഷണലി ഒരു പോവർട്ടി ഉണ്ട്. അതാണ് നമുക്ക് എന്താ പറയാ, ഇതൊരു സൈക്ലിക് ആണ്. ഇപ്പൊ ഞാൻ അന്നേരം ഒരു പെൺകുട്ടി അമ്മയാവുന്നു, ആ അമ്മ കുട്ടിയെ നോക്കുന്ന കൺസെപ്റ്റ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയില്ലേ? ജനറേഷൻ അപ്ലിഫ്റ്റ് എന്ന് പറഞ്ഞല്ലേ? ഈ സെയിം കേസ് നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ പല മേഖലകളിലുള്ള കേസുകളാണ്. അതായത് ഒരു കുടുംബം, ആ കുടുംബത്തില് ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പൊ എല്ലാ കുട്ടികളെയും കൂടെ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്കിവിടെ ഉള്ളൊരു ജനറൽ ടെൻഡൻസി വെച്ചിട്ട് എന്താണ്, പെൺകുട്ടികൾ ഒരു ബാധ്യതയാണെന്ന് കാണുന്നു, അവരെ ചെറുപ്പം തന്നെ കെട്ടിച്ചു വിടുന്നു, അവർക്ക് പ്രോപ്പറുള്ള വിദ്യാഭ്യാസമില്ല, ആരോഗ്യത്തെ കുറിച്ചുള്ള അവബോധം കൊടുക്കാറില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ കുട്ടി മറ്റൊരു കുടുംബത്തിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ ഭർത്താവുമായി ജീവിക്കുന്നു. ആ കുട്ടി ഒരു വനിതയാവുന്നു, അയാൾക്കൊരു കുട്ടി ഉണ്ടെന്ന് അവരിത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ജനറേഷനിൽ ആ പോവർട്ടി കണ്ടിന്യൂ ചെയ്തു പോകും. അതേസമയം നേരെ തിരിച്ചാണെങ്കിലോ ജനറേഷൻ തോറും എന്താവും? അപ്ലിഫ്റ്റ്മെന്റ് ആകും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടോ അതിലധികമോ ജനറേഷന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അബ്സല്യൂട്ട് പോവർട്ടി പറഞ്ഞു, അബ്സല്യൂട്ട് പോവർട്ടി എന്താന്ന് പറഞ്ഞു, അത് മെത്തേഡ് പറഞ്ഞു, പിന്നെ നമ്മൾ സിറ്റുവേഷൻ പോവർട്ടി പറഞ്ഞു, ജനറേഷൻ പോവർട്ടി പറഞ്ഞു, അല്ലേ? ഇനി നമ്മള് എസ്റ്റിമേറ്റ്സ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ഒരു പോവർട്ടിയുടെ കണക്കാണ് പറയാൻ പോകുന്നത് കേട്ടോ.
ഇന്ത്യയിലെ ഒരു പോവർട്ടിയുടെ കണക്ക് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ദാദാഭായ് നവറോജിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം ആ ബുക്കിന്റെ പേര് ഞാൻ പറയായിരുന്നു. അതാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ ബുക്കിലാണ് ദാദാഭായ് നവറോജി പോവർട്ടിയെ കുറിച്ച്, ഇന്ത്യയുടെ പോവർട്ടിയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ആ ബുക്കിന്റെ പേര് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദാദാഭായ് നവറോജി എന്ന ഫാക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള അദ്ദേഹത്തിന്റെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള, അദ്ദേഹത്തിന് അറിയാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക താല്പര്യം വെച്ചുള്ള ഒരു കണ്ടെത്തലായിരുന്നു. പക്ഷെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ത് സംഭവിച്ചു? ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് സംഭവിച്ചു? പട്ടിണി, ദാരിദ്ര്യം എല്ലാം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് അതിനൊരു മാറ്റം വരുത്തണം, ഇന്ത്യയെ വികസിപ്പിക്കണം എന്നൊരു കൺസെപ്റ്റ് ഒരുപാട് കമ്മിറ്റീസ് വരുന്നുണ്ട്. നമ്മുടെ പട്ടിണി എങ്ങനെ പട്ടിണിയെ അളക്കണം, പട്ടിണി മാറ്റാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരുപാട് കമ്മിറ്റീസ് വന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട ആദ്യത്തെ കമ്മിറ്റിയാണ് ദണ്ഡേകർ ആൻഡ് നീലകാന്ത് കമ്മിറ്റി. കേട്ടോ, 60-61 വന്നത് കമ്മിറ്റി. ഓക്കെ, 69 മറ്റോ ആണ് അവർ ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ദണ്ഡേകർ ആൻഡ് നീലകാന്ത് കമ്മിറ്റി അവരുടെ ഒരു ക്രൈറ്റീരിയ പ്രകാരം 2250 കാലറി ഭക്ഷണം കഴിക്കാത്തവരെല്ലാം ദരിദ്രരായിരുന്നു എന്നായിരുന്നു. കാലറി മാത്രമാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് മാത്രമായിരുന്നു ക്രൈറ്റീരിയ. 2250 കാലറി കിട്ടുമല്ലോ. അപ്പൊ ഇത് നമ്മള് ഒരു 10 വർഷത്തോളം ഈ മെത്തേഡിൽ പോയി. പക്ഷെ അതിൽ നിന്ന് ഒരു മാറ്റം വരാൻ വേണ്ടി വീണ്ടും ഒരു കമ്മിറ്റി വന്നു, അലഗ് കമ്മിറ്റി. ഇത് 79 കേട്ടോ, 79. ഈ കമ്മിറ്റിയുടെ കണ്ടെത്തൽ പ്രകാരം എന്താണ്? റൂറൽ റീജിയനെയും, അതായത് ഗ്രാമീണ മേഖലയും നഗരമേഖലയും സെപ്പറേറ്റ് ചെയ്ത് കാലറി വേണമെന്ന് പറഞ്ഞു. നേരത്തെ എല്ലാവർക്കും ഒറ്റയായിരുന്നു 2250 കാലറി മതിയെന്നായിരുന്നു. ഇവിടെ എന്തായിരുന്നു? അലഗ് കമ്മിറ്റി എന്താണ് പറഞ്ഞത്? ഗ്രാമീണ മേഖലയിൽ 2400 കാലറി വേണമെന്നും അർബൻ റീജിയനിൽ 2100 കാലറി വേണമെന്നും പറയും. എന്തുകൊണ്ടായിരിക്കാം? ഈ കാലറി റൂറലിൽ കൂടുതലാണല്ലോ. കാരണം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, അർബനിൽ എല്ലാത്തിനും വണ്ടിയുണ്ട്, അവിടെ ജോലി ഇത്രയും റൂറലിലെ പോലെ മൊബൈലുള്ള ജോലികളല്ല. സോ ഇവിടെ നമുക്ക് എഫേർട്ട് കൂടുതലാണ്, കൂടുതൽ എനർജി ചെലവാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലറി വേണം എന്നുള്ള ഒരു ജനറൽ കൺസെപ്റ്റിലാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാലറി ആയിരുന്നു നേരത്തെ. ഇപ്പോ ദണ്ഡേകർ ആൻഡ് നീലകാന്ത് കമ്മിറ്റിയുടെ സമയത്ത് എന്തായിരുന്നു? 2250 കാലറി ആയിരുന്നു. ഇനി അലഗ് കമ്മിറ്റി എപ്പോ വന്നു? 1979 വന്നപ്പോ, അല്ലെങ്കിൽ 1979 റിപ്പോർട്ട് സമർപ്പിച്ചപ്പോ എന്താണ് പറഞ്ഞത്? റൂറലിന് 2400, അർബന് 2100 വേണമെന്ന് പറഞ്ഞു. ഇനി പോരാ, ഇതും പോരാ. നമ്മുടെ പോവർട്ടി അളക്കുന്ന രീതി ഇനിയും മാറ്റണമെന്നും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഇൻഡെക്സിന് പുറത്തുണ്ടെന്നും ഉള്ള ഒരു ഇത് കൊണ്ടുതന്നെ വീണ്ടും ഒരു കമ്മിറ്റി, ലക്കിഡ് വാല കമ്മിറ്റി. അത് 1993 കേട്ടോ. നമ്മുടെ LPG റിഫോംസ് ഒക്കെ നടന്നതിന് ശേഷം 20ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ 1993 കമ്മിറ്റി വന്നു. അവരുടെ കാലറി ഇൻടേക്ക് ബേസ്ഡ് തന്നെയാണ് നിലനിർത്തിയത് കേട്ടോ. അതായത് 2400, 2200 ക്രൈറ്റീരിയ തന്നെ നിലനിർത്തി. എന്നാൽ 2005 തെണ്ടുൽക്കർ കമ്മിറ്റി വന്നു. തെണ്ടുൽക്കർ കമ്മിറ്റി വന്നപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോ കണ്ടില്ലേ മിക്സഡ് റഫറൻസ് പീരീഡ്, അത് വേണമെന്ന് പറഞ്ഞത് തെണ്ടുൽക്കർ കമ്മിറ്റിയാണ് കേട്ടോ. എന്തായിരുന്നു മിക്സഡ് റഫറൻസ് പീരീഡ് എന്ന് പറയുന്നത്? നമ്മൾ URP കണ്ടു, MRP കണ്ടു. അതാണ് MRP അല്ലേ മിക്സഡ് റഫറൻസ്. അതെന്തൊക്കെയാണ്? 365 ദിവസത്തെ നോൺ ഫുഡ് 5 ഐറ്റംസ് അല്ലെ, പ്ലസ് 30 days നോർമൽ കൺസംഷൻ അല്ലെ. ഇത്രയും കാര്യമില്ല നമ്മൾ കണ്ടേ. അപ്പൊ MRP എന്ന് പറയുന്ന കൺസെപ്റ്റ് മിക്സഡ് റഫറൻസ് പീരീഡിലേക്കുള്ള അളവ് നോക്കിയിട്ട് വേണം പോവർട്ടി തീരുമാനിക്കാൻ എന്ന് ആര് പറഞ്ഞു? തെണ്ടുൽക്കർ. അതായത് സുരേഷ് തെണ്ടുൽക്കർ കമ്മിറ്റി. സച്ചിൻ തെണ്ടുൽക്കർ അല്ല, സുരേഷ് തെണ്ടുൽക്കർ കമ്മിറ്റിയാണ് അത് കൊണ്ടുവന്നത് കേട്ടോ. ഇനി രംഗരാജൻ കമ്മിറ്റി. രംഗരാജൻ എന്ന് പറയുന്നത് നമ്മുടെ RBI ഗവർണറൊക്കെ ആയിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം 2012 കമ്മിറ്റി ചെയർമാനായിട്ട് വന്നിട്ട് പറഞ്ഞു, പോരാ, പോവർട്ടി നമുക്ക് ഇനിയും മാറ്റാനുണ്ട്. നമ്മൾ കാലറി മെത്തേഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ മാറ്റം വരുത്തി അത് 2 കാലറി ആക്കി റൂറൽ അർബനാക്കി. പിന്നീട് നമ്മൾ മിക്സഡ് റെഫറൻസ് പീരീഡ് URP മാറ്റി മിക്സഡ് റെഫറൻസ് പീരീഡ് ആക്കുന്നു. ഓക്കെ, ഇതൊന്നും പോരാ. ഇനി മോഡിഫൈഡ് മിക്സഡ് റെഫറൻസ് പീരീഡ് വേണമെന്ന് രംഗരാജൻ കമ്മിറ്റി പറഞ്ഞു. MMRP വേണമെന്ന് പറഞ്ഞു. കൂടാതെ
പോവർട്ടി ലൈൻ, നമ്മൾ കാലറി ഇൻടേക്ക് റൂറലിനും അർബനും സെപ്പറേറ്റ് ആക്കിയ പോലെ കണ്ടില്ലേ, പോവർട്ടി ലൈൻ സെപ്പറേറ്റ് വേണം. റൂറൽ റീജിയനില് ഒരു ദിവസം 32 രൂപ ചെലവാക്കുന്ന ആളും അർബൻ റീജിയനിൽ ഒരു ദിവസം 47 രൂപ ചെലവാക്കുന്ന ആളും ഉണ്ടെങ്കിൽ അവരെന്താണ്, അവർ ദരിദ്രരല്ല എന്നൊരു കൺസെപ്റ്റാണ് രംഗരാജൻ കമ്മിറ്റി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കമ്മിറ്റീസിനെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഫാക്റ്റ് ആണ്, ഓർത്തിരിക്കണം, പ്രോപ്പർ റിവിഷൻ പോകണം. ഒന്നുകൂടെ പറയാം, പ്രീ ഇൻഡിപെൻഡൻസ് ദാദാഭായ് നവറോജിയാണ് നടത്തി, നമുക്കറിയാം, കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ. ബുക്കിന്റെ പേര് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടിഷ് റൂൾ ഇൻ ഇന്ത്യ. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ കമ്മിറ്റി ദണ്ഡേഗർ ആൻഡ് നീലകാന്ത് കമ്മിറ്റിയാണ്. അവരെന്താണ് 2250 കാലറിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അലഗ് കമ്മിറ്റി അടുത്ത എന്താണ് 79 അല്ലെ, കാലറി എന്നതിനെ റൂറൽ അർബൻ എന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അത് തന്നെ ഫോളോ ചെയ്ത് ലക്കഡ്വാല കമ്മിറ്റി 1993. അടുത്തത് എന്തായിരുന്നു? ടെണ്ടുൽക്കർ കമ്മിറ്റി വന്നിട്ട് എന്താ പറഞ്ഞേ? 2005 നമ്മൾ URP മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്, അത് പോരാ, മിക്സഡ് റെഫറൻസ് പീരീഡ് വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത്? പിന്നീട് രംഗരാജൻ കമ്മിറ്റി എന്താ പറഞ്ഞേ? 2012 വന്ന രംഗരാജൻ കമ്മിറ്റി പറഞ്ഞു എന്താണ്? പോവർട്ടി ലൈൻ, കാലറിയേ അല്ല, പോവർട്ടി ലൈൻ സെപ്പറേറ്റ് വേണം റൂറലിനും അർബനും. എന്തൊക്കെയായിരുന്നു? 32 രൂപ 47 രൂപ, 32 രൂപ 47 രൂപ, അങ്ങനെ 2 പരിപാടി കൊണ്ടുവന്നു. അതേപോലെ തന്നെ മോഡിഫൈഡ് മിക്സഡ് റെഫറൻസ് പീരീഡ് എന്നുള്ള കൺസെപ്റ്റും രംഗരാജൻ കമ്മിറ്റി കൊണ്ടുവന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ പോവർട്ടിയെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? പോവർട്ടി എന്താന്ന് പറഞ്ഞു. പോവർട്ടി എന്താന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഫാക്ടുകൾ, NSOയുടെ കാര്യം പറഞ്ഞു, മോസ്പിയുടെ കാര്യം പറഞ്ഞു, വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു, ഓർത്തിരിക്കണം. അബ്സല്യൂട്ട് പോവർട്ടി എന്താണ്? വേൾഡ് ബാങ്കിന്റെ $3 പോവർട്ടി ലൈൻ കൺസെപ്റ്റ്, ഹെഡ് കൗണ്ട് റേഷ്യോ തല എണ്ണലാണ്. പോവർട്ടി ഗ്യാപ്പ് $3 എത്ര ഗ്യാപ്പ് ഉണ്ട്. സ്ക്വയേർഡ് ഒരു റീജിയൻ ആണ്, അവിടെ എത്ര പൂർ ആൾക്കാരുണ്ട്. പിന്നെ അബ്സല്യൂട്ട് പോവർട്ടി മെഷർ ചെയ്യുന്ന മെത്തേഡ്സ്, യൂണിഫോം റെഫറൻസ് മെത്തേഡ് നമ്മൾ പറഞ്ഞു, പോസ്റ്റത്തെ കാര്യം പറഞ്ഞു, മിക്സഡ് നമ്മൾ 365 + 30 ആണെന്ന് പറഞ്ഞു. മോഡിഫൈഡിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 365 + 30 + 7. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ള ഓർത്തിരുന്ന റിവിഷൻ ചെയ്യണം. ഇനി അടുത്തത് എന്താണ്? സിറ്റുവേഷണൽ പോവർട്ടി എന്ന് പറഞ്ഞു. എന്താണ്? സാഹചര്യവശാൽ, മരണമോ ജോലി പോയോ ദുരന്തം സംഭവിച്ചോ. ഓക്കെ, ജനറേഷണൽ പോവർട്ടി എന്താണ്? തലമുറകൾ, 2ഓ അതിലധികമോ തലമുറകൾ കടന്നു വരുന്ന ദരിദ്രത്തെയാണ് ജനറേഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോവർട്ടി ഇന്ത്യയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ 2 വട്ടം റിവിഷൻ പോയി. അപ്പോ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഒരു കാര്യം പറയാം, അമർത്യ സെൻ, നമുക്കറിയാം സാമ്പത്തികത്തിന് നൊബേല് കിട്ടിയ ഒരേ ഒരു ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് കേപ്പബിലിറ്റി അപ്രോച്ച്, കേട്ടോ. അതായത് അദ്ദേഹം പറഞ്ഞ ഇത്രേ ഉള്ളൂ, ജനങ്ങളുടെ കേപ്പബിലിറ്റി ഉയർത്തുക. നിങ്ങൾ ജനങ്ങൾക്ക് ഡയറക്റ്റ് ആവശ്യത്തിന് സാധനം കൊടുക്കണം എന്നല്ല, എന്നാൽ അത് മാത്രം കൊടുത്താൽ പോരാ. അവരുടെ കപ്പാസിറ്റി കൂടണം, അവർക്ക് ജീവിക്കാനുള്ള മാർഗം. അതായത് നമ്മളിപ്പോ ഒരാൾ സിംപ്ലി പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരനെ കണ്ടു, നമ്മൾ അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഭക്ഷണം കഴിച്ചു തീരുമ്പോ അയാളുടെ വിശപ്പ് വീണ്ടും ഉണ്ടാകും, അല്ലെ? അതേസമയം നമ്മൾ ആ ഭിക്ഷക്കാരനെ ഒന്ന് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിച്ച് അയാൾക്കൊരു ജീവിത മാർഗം എത്തിച്ചു കൊടുക്കാൻ പറ്റിയാൽ അയാള് സ്വയം പര്യാപ്തനായും, അല്ലേ? സ്വയം പര്യാപ്തമായി കഴിയുമ്പോൾ എന്താവും? അയാളുടെ കപ്പാസിറ്റി മാറും. അങ്ങനെയാണ് കേപ്പബിലിറ്റി കൂട്ടി പോവർട്ടി മാറ്റണമെന്നാണ് അമർത്യ സെൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വെൽബീയിങ് മാറ്റുക. ഓക്കെ, അപ്പോ നമ്മൾ ഒരു ടോപ്പിക്കൂടെ കടന്നിരിക്കുകയാണ്, പോവർട്ടി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു? നമ്മൾ എക്കണോമിയെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കീ കൺസെപ്റ്റുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു, നാഷണൽ ഇൻകം പറഞ്ഞു, ഇൻഫ്ലേഷൻ പറഞ്ഞു, അല്ലെ? പിന്നെ പറഞ്ഞ എന്താണ്? ഗ്രോത്ത് ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞു, പോവർട്ടിയുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് പോവുകയാണ്, ഇൻകം ഇൻഇക്വാലിറ്റി.